Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. എല്ലാവരും സ്പീഡിൽ കയറുന്നുണ്ട്. നോക്കാം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? എല്ലാവരും നോക്കാം. വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആർക്കും ഒരു റെസ്പോണ്ട് ഇല്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലേ? എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് പറഞ്ഞു നിർത്തിയത്, എടുത്ത് നിർത്തിയതൊന്ന് ആരെങ്കിലും ഒന്ന് ഓർക്കുന്നുണ്ടോ? ടൈപ്പ് ചെയ്യാമോ? പോയിന്റ്സ് സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഫ്ലോർ പ്ലാൻ ഷുഡ് ഇൻക്ലൂഡ്, അത് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? നമ്മൾ കണ്ടു അല്ലെ? വ്യത്യസ്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. ഹോസ്പിറ്റലിന്റെ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ട അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, അതും കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് അല്ലെ പരിഹരിച്ചു പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അത് എക്യുപ്മെന്റിന്റെ കാര്യമാണെങ്കിലും ബിൽഡിങ്ങിന്റെ കാര്യമാണെങ്കിലും എന്തിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളാണെങ്കിലും അത് അപ്ഡേഷൻ ഉണ്ടാകില്ല. അത് കൃത്യതയോടുകൂടി നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞു നിർത്തിയത് അതിന്റെ അലൈൻമെന്റ് അല്ലെ, അതിന്റെ ഡിസൈൻ കാര്യങ്ങളാണ് ജസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഞാൻ അതിന്റെ ഒരു ബാക്കി പോർഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഫ്ലോർ പ്ലാൻസ് ഷുഡ് ഇൻക്ലൂഡ് അല്ലെ. ആ ഒരു ഫ്ലോർ പ്ലാന് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പല വ്യത്യസ്ത കാര്യങ്ങൾ അത് കൃത്യതയോട് കൂടിയിട്ട് അല്ലെ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ കാണുന്ന ഫെസിലിറ്റീസിൽ നിന്നും ഇച്ചിരി കൂടി അല്ലെ സൗകര്യങ്ങൾ നമ്മൾ ഇപ്പോഴും അറ്റാച്ച് ചെയ്യും. പ്രത്യേകിച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പേഷ്യൻസിനെ എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആക്കാൻ പറ്റുമോ അത്രയും രീതിയിലുള്ള അല്ലെ അത്രയും തരത്തിലുള്ള സർവീസുകൾ ഹോസ്പിറ്റലുകാരെ എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഡെവലപ്മെന്റ് അത് വികസിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. അപ്പൊ ആ വികസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ബേസ് അല്ലെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ബേസ് എന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലെ, ആ ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം ആ ഒരു അലൈൻമെന്റിൽ ഒരു പുതിയ പോർഷൻസ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ പുതിയ എക്യുപ്മെന്റ് ഒക്കെ കൊണ്ടുവരുമ്പോൾ മെഷീനൊക്കെ കൊണ്ടുവരുമ്പോൾ അതിന് സ്ഥാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തപ്പോൾ കൊണ്ടുവരുമ്പോൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണെങ്കിലും അതേപോലെ തന്നെ പുറത്താണെങ്കിലും നമുക്ക് എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ അതില് പ്രധാനമായിട്ടും വരുന്നത് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വാൾസ്, അതായത് ഒരു ചുറ്റും മതിൽക്കെട്ട് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രധാനമായിട്ടൊരു കവചമായിട്ട് ഒരു മതിൽക്കെട്ടോട് കൂടിയിട്ടായിരിക്കും ഏതൊരു ഹോസ്പിറ്റലും ഫോം ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു ഇന്റീരിയർ ആയിട്ടും നമുക്കറിയാം ഹോസ്പിറ്റലിലേക്ക് കയറുന്ന അതിലെ പോർഷനൊക്കെ പെട്ടെന്ന് തിരിച്ച് അല്ലെ, അതേപോലെ തന്നെ പുറത്തേക്ക് വാഹനങ്ങളൊക്കെ പോകാനായിട്ട് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുള്ള പ്രത്യേക ഡിസൈൻ, അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളെല്ലാം അല്ലെ ഒരു മതിൽക്കെട്ടിനുള്ളിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടാവും അല്ലെ. ശരിയല്ലേ? മിക്ക ഹോസ്പിറ്റലിൽ നമ്മൾ അങ്ങനെയല്ലേ. നമുക്കറിയാം ഗതാഗത തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ തന്നെ അതിനൊക്കെയുള്ള പോർഷൻസ് അവര് കൃത്യമായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ് ബിൽഡിംഗ് ഫീച്ചേഴ്സ്, അതായത് ഇൻ ഫീച്ചേഴ്സ്
ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള കുറെ ഫീച്ചേഴ്സുകൾ അല്ലെ, കുറെ സവിശേഷതകളുണ്ട്. നമുക്കറിയാം ഹോസ്പിറ്റലിനകത്ത് കിടക്കുന്നത് മുതൽ അല്ലെ നമ്മളെ റിസപ്ഷൻ ഏരിയകളും മറ്റു ഏരിയകളൊക്കെ പോകുന്ന മറക്കി നമുക്കറിയാം ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ. ഒരു നമ്മുടെ ഹൗസ് പോലെയല്ല അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം ചില ഹോസ്പിറ്റലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങി എവിടൊക്കെയാണ് ചെന്ന് കയറണ്ടേ അല്ലെ, ഭയങ്കര കൺഫ്യൂഷനാണ്. പക്ഷെ അതിന്റെ ആ ഒരു ഡിസൈൻ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അല്ലെ, നല്ലൊരു ഡിസൈനർ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ കൺഫ്യൂഷൻ ഒന്നും വരാത്ത തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ അതിൽ കൂട്ടിച്ചേർക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്കറിയാം മിക്കപ്പോഴും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ കൂടി കുറച്ചും കൂടി ഈ പ്രോബ്ലം പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് അല്ലെ. അപ്പൊ ബിൽഡിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള സജ്ജീകരണങ്ങളിലേക്ക് നോക്കാം. അതിൽ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുമ്പോൾ നമ്മളിപ്പോ എന്താ പറയുക വാഹനങ്ങൾ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ മാത്രമേ തന്നെ ബിൽഡിങ്ങിന്റെ എല്ലാ ഇലക്ട്രിസിറ്റി ആണെങ്കിലും പ്ലംബിംഗ് സൗകര്യങ്ങളാണെങ്കിലും തന്നെ എല്ലാം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇന്റീരിയർ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂട്ടിച്ചേർക്കൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതിന്റെ ആ ഒരു പ്ലംബിംഗ് കാര്യങ്ങൾ അല്ലെ അതിനോട് അനുയോജ്യമായി തന്നെ കൂട്ടിച്ചേർക്കണം. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് ഒന്നും അല്ലെ കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ പ്ലംബിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ശ്രദ്ധയോട് കൂടിയിട്ട് ഡിസൈൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. HVAC കമ്പോണൻസ് എന്താണ്? HVAC കമ്പോണൻസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? HVAC കമ്പോണൻസ് H എന്ന് പറയുമ്പോൾ നോക്കാം, നോട്ട് ചെയ്യാം. H എന്ന് പറയുമ്പോൾ ഹീറ്റിംഗ്, ഓക്കെ, വെന്റിലേഷൻ. നെക്സ്റ്റ് എന്താണ്? AC എന്താണ്? എയർ കണ്ടീഷൻ. ഓക്കെ, ഇതാണ് ഹീറ്റ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ. അതൊരു ഷോർട്ട് ഫോം ആയിട്ടാണ് ഇതിൽ ഒന്നിച്ച് പറയുന്നത് HVAC കമ്പോണൻസ്. ഓക്കെ, നോട്ട് ചെയ്യേണ്ടവര് നോട്ട് ചെയ്ത് പോവുക. അപ്പൊ നമുക്കറിയാം ആവശ്യത്തിന് നമുക്ക് എന്താണ് ഒരു എന്താ പറയുക അടഞ്ഞു മൂടിയ ഹോസ്പിറ്റലിലേക്ക് പോകാനൊന്നും ആർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലെ. നമുക്ക് അറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിന് നല്ല ഒരു തുറസായ ഒരു അന്തരീക്ഷം എപ്പോഴും ആവശ്യമാണ് അല്ലെ. കാരണം എന്തോരം എന്താണ് പറയാ പല സ്മെല്ലുകൾ ഉണ്ടാവും, അണുക്കളൊക്കെ തിങ്ങി നിറഞ്ഞ ഏരിയകളൊക്കെ. അപ്പൊ ക്ലീനിങ് കാര്യങ്ങളൊക്കെ എപ്പോഴും മുറക്കി ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ടാവും. അപ്പൊ അവിടെ എന്താണ് ആവശ്യത്തിന് വെളിച്ചവും അല്ലെ, നമുക്കറിയാം ആവശ്യത്തിന് കാറ്റൊക്കെ കടന്നു പോകുന്ന വെന്റിലേഷൻ സൗകര്യങ്ങൾ ഉണ്ടാവണം. ഇത് നമുക്കറിയാം അവിടെ എന്താണ് എയർ കണ്ടീഷൻ മിക്കപ്പോഴും അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററൊക്കെ എയർ കണ്ടീഷൻ മസ്റ്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള സ്ഥലമാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കമ്പോണൻസുകൾ അത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം അവിടെ ഇന്റീരിയർ ആയിട്ട് കൃത്യമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ട് രൂപകൽപ്പന ചെയ്യുന്നത്. കാരണം നമുക്കറിയാം എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ അല്ലെ, പുതിയ ഒരു സംഭവം വരെയാണ് അല്ലെ, പുതിയൊരു കുറച്ചും കൂടി എന്തെങ്കിലും കമ്പോണൻസ് കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ബിൽഡിങ്ങിന്റെ ക്രിയേഷൻ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ അതിനോട് ചേർന്ന വിധത്തിലെല്ലാം തന്നെ ഇതും കൂടി അല്ലെ അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഇലക്ട്രിസിറ്റി ഒരു സ്ഥലത്ത് അതിൻ്റെതായ ഫെസിലിറ്റി അനുവദിച്ചിട്ട് അതിന്റെ തന്നെ നമുക്കറിയാലേ അതിന്റെയൊക്കെ പ്ലംബിംഗ് ഇലക്ട്രീഷ്യനൊക്കെ വരുമ്പോൾ അവർക്ക് അത് കൃത്യതയോടെ കൂടി ചെയ്യണമെങ്കിൽ അതിന്റെ ബേസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അത് നമ്മള് ചിലപ്പോഴെങ്കിലും ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഭയങ്കര പ്രോബ്ലം ഉള്ള കാര്യം അത്. കാരണം അതിന്റെ പ്ലംബിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കറക്റ്റ് ടൈമില് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലെങ്കിൽ അവർക്ക് അല്ലെ അതിനുള്ള സൗകര്യം നമുക്ക് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള സേവനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതെല്ലാം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എന്താണ് മെഷർമെന്റ് ഈസ് ഓൾ അസസബിൾസ്, അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള അല്ലെ നമുക്ക് എന്തൊക്കെയാണോ ഉപയോഗപ്രദമാക്കിയിട്ട് ഇന്റീരിയർ ആയിട്ടുള്ള പ്ലാനിങ്ങിനോടുകൂടി ചിലപ്പോൾ നമുക്കറിയാം ടിവിയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്ത് സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ അതിനെല്ലാം കൃത്യമായിട്ടുള്ള പോർഷൻസ് അവിടെ ഉണ്ടായിരിക്കണം. നമുക്കറിയാം എൻട്രൻസ് അല്ലെ നമ്മൾ ഏതൊരു റൂമിലേക്കും ഒരു റൂം ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് ലക്ഷറി പീപ്പിൾസും അല്ലെ അവിടെ എന്തായാലും അഡ്മിഷന് വരാം. അപ്പൊ അങ്ങനെയുള്ള പീപ്പിൾസ് വരുമ്പോൾ അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കുറെ ഫെസിലിറ്റീസ് പ്രദാനം ചെയ്യും അല്ലെ. അപ്പൊ അവർക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ജസ്റ്റ് എയർ കണ്ടീഷനും കാര്യങ്ങളും മാത്രമല്ല കുറച്ചും കൂടി സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരു ബേസ് മോഡലിൽ എന്താണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഡിസൈൻ ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടിയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ അല്ലെ എല്ലായിടത്തേക്കും എല്ലാ റൂമിലേക്കൊക്കെ പോകുമ്പോൾ ഡോർ സൗകര്യങ്ങളൊക്കെ വേണം. അതേസമയം മറ്റൊരു റൂമിന് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അല്ലെ. അത് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ കടത്തിക്കൊണ്ട് പോകുമ്പോഴൊന്നും തടസ്സങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഒരേ അലൈൻമെന്റോട് കൂടി തന്നെ ഡോർ സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യണം.
ഇതേമാതിരി തന്നെ വിൻഡോ അല്ലെ, വിൻഡോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കാറ്റ് കയറുന്ന തരത്തിൽ തന്നെ സൗകര്യം ചെയ്യണം. സ്കൈ ലൈറ്റ് നമുക്കറിയാം, നമ്മുടെ ലൈറ്റ് അല്ലെ, നമുക്ക് എന്താ പറയാ, സൂര്യൻ വെളിച്ചം വരുന്ന അല്ലെ, അത് ഉള്ളിലേക്ക് കിടക്കത്തക്ക വിധത്തിലുള്ള ഒരു ക്രിയേഷൻ അല്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപകാരമില്ല അല്ലെ. അപ്പോ അത് ഡിസൈൻ ചെയ്യുമ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ആ ബേസ് കറക്റ്റ് അല്ല എങ്കിൽ കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള എന്ത് കൂട്ടിച്ചേർത്താലും അതിലേക്ക് അത് ബാധിക്കുമെന്നുള്ളത്. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്താണ് ഓപ്പണിങ്സ്, സ്റ്റേഴ്സ്, അതായത് എല്ലാം അല്ലെ, നമ്മളെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കയറുന്ന വാഹനങ്ങള് അല്ലെങ്കിൽ സ്റ്റെയർ കേസുകളൊക്കെ എല്ലാം തന്നെ കൂട്ടിച്ചേർക്കലുകൾ എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യേണ്ടതാണ്. ഫോർ എക്സ്റ്റീരിയർ ഫ്ലോർ പ്ലാൻസ് ഇൻക്ലൂഡ്, നമ്മളപ്പോ ജസ്റ്റ് കണ്ടത് ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ. ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും പോകുമ്പോൾ എന്നാൽ തിക്കുമുട്ടൊന്നും അനുഭവപ്പെടാൻ പാടില്ല. ആവശ്യത്തിന് കാറ്റും വെളിച്ചവും ഒക്കെ കിടക്കുന്ന രീതിയിലുള്ള സൗകര്യത്തോട് കൂടിയിട്ട്, അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള പ്ലംബിങ്ങും ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം അലൈൻമെന്റ് ചെയ്യേണ്ടത്. ദെൻ എക്സ്റ്റീരിയർ ഫ്ലോർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, പുറത്തേക്ക് അല്ലെ, പുറമേയുള്ളത് ആ ഹോസ്പിറ്റലിന്റെ എന്നാ മതിൽക്കെട്ടിനുള്ളിൽ തന്നെയുള്ള പുറമേയുള്ള കുറച്ച് കാര്യം. അതിലെന്താണ് പറയുന്നത്, പൈറ്റ്യൂസ് എന്ന് വെച്ചാൽ നടുമുറ്റം പോലെയുള്ള അല്ലെ, ഇച്ചിരി കൂടി നല്ല അല്ലെ, എല്ലാവർക്കും കൂടി ആകർഷിക്കത്തക്ക വിധത്തില് ഹോസ്പിറ്റലിന്റെ നല്ല ഒരു സൗകര്യം ഉള്ള ഹോസ്പിറ്റലിൽ അല്ലെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പാറ്റിയോസ്, ബാൽക്കണീസ് മുകളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ടോ അല്ലെ. അറ്റാച്ച്ഡ് സ്ട്രക്ചേഴ്സ് നമുക്കറിയാം, ചില ചെടികളൊക്കെ പിടിപ്പിച്ച് നല്ല മൂടിയോട് കൂടിയിട്ട് അല്ലെ, നമ്മളൊരു വീട് എത്രത്തോളം ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കുന്നുവോ അത്തരത്തിലുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലും ഉണ്ട് അല്ലെ. അങ്ങനെ തന്നെയല്ലേ എന്തൊക്കെ രീതിയിൽ അല്ലെ അവർ പേഷ്യൻസിനെ ആകർഷിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അല്ലെ, അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെ അട്രാക്ട് ചെയ്യാനും കൂടി ഹോസ്പിറ്റലുകാർ ശ്രമിക്കും ഇല്ലേ. അത് നാച്ചുറലി ഒരു ഏതൊരു ബിസിനസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവർക്ക് സർവീസ് നല്ല ഗുണകരമായ സർവീസ് പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെ അട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് പറയുന്നത്, ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടന്റ് ടു പ്രൊവൈഡ് higher evacuation mats available as engraved on durable plastic material to withstand the environments. അതായത് നമുക്കറിയാം ചിലപ്പോഴൊക്കെ തീപിടുത്തങ്ങളൊക്കെ വരാൻ സാധ്യത അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരുപാട് നമ്മള് വില്ലേജ് വേസ്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അല്ലെ കൂടുതലായിട്ടും നമുക്ക് മനസ്സിലാവും അവിടെ ചെറിയ ചെറിയ സാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നേരിടാൻ അല്ലെ, അതേസമയം പരിസ്ഥിതിയോട് ഇണങ്ങുന്ന രീതിയിലായിരിക്കണം അതെല്ലാം നേരിടേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു മറികടക്കാൻ അല്ലെ, അഗ്നി വരികയാണെങ്കിൽ അത് എങ്ങനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു മാപ്പ്, അതാണ് ഇവാക്വേഷൻ മാപ്സ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള തീപിടുത്തങ്ങൾ വന്നാൽ എങ്ങനെ ഒഴിവാക്കാൻ പെടാം എന്നുള്ള മാപ്പ്, അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത്, അവൈലബിൾ ആസ് എൻഗ്രേവ്ഡ് ഓൺ ഡ്യൂറബിൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ടു വിത്ത്സ്റ്റാൻഡ് എൻവയൺമെന്റ്സ്. അതായത് നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള അന്ന് ഈട് നിൽക്കുന്ന അല്ലെ ഡ്യൂറബിൾ പ്ലാസ്റ്റിക്കില് കൊത്തിവെക്കുന്ന രീതിയിലുള്ള, അതായത് പ്രകൃതിക്ക് ഇണങ്ങുന്ന, അതായത് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന രീതിയിലല്ലാത്ത പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൽ ഇത്തരത്തിലുള്ള മാപ്പ് അല്ലെ, ആ മാപ്പ് അത് ക്രിയേറ്റ് ചെയ്ത് സ്ഥാപിക്കണം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേസ് ഇങ്ങനെയുള്ള അപകട സാധ്യതകൾ ഉണ്ട് എങ്കിൽ എങ്ങനെ ഇത് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി എന്താണ് ഒരു എവാക്വേഷൻ മാപ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ആ HVAC എന്നുള്ളത് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് തരെ, നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു തരെ. ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ.
നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്റ്റാൻഡർഡൈസ് യുവർ എക്യുപ്മെന്റ് ആൻഡ് ലൊക്കേഷൻ നോമൻക്ലേച്ചർ. എന്താണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്? ലൊക്കേഷൻ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ സ്ഥലനാമകരണം. സ്ഥലനാമകരണം എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന് പേര് അല്ലെ, ഓരോന്നിനും പേര് നമ്മൾ ഐഡന്റിഫിക്കേഷൻ മാർക്ക് പോലെ നമ്മൾ പേരുണ്ട് അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റലാണെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അസറ്റുകൾക്കാണെങ്കിലും അല്ലെ ഇന്ന പ്രോപ്പർട്ടി എന്നുള്ള ലേബല് നമുക്കറിയാം. ആ ബ്ലോക്ക് ഈ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടോ? അപ്പൊ നമുക്കറിയാം എന്താണ് ഓരോ ഇതിന് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്, അതേമാതിരി തന്നെ എല്ലാ കാര്യത്തിനും അല്ലെ പേരുകള് ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക്. അതന്നെ അസറ്റിനും ലൊക്കേഷൻ നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ സ്ഥലനാമകരണം എന്നാണ്. സ്റ്റാൻഡർഡൈസ് യുവർ എക്യുപ്മെന്റ് ആൻഡ് ലൊക്കേഷൻ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. എന്താണ്? എക്യുപ്മെന്റിനാണെങ്കിലും നമ്മുടെ ലൊക്കേഷൻ ആണെങ്കിലും സ്ഥലനാമകരണം ചെയ്യുന്ന, സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള സ്ഥലനാമകരണം ചെയ്യുക എന്നത്. അതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. നമുക്കറിയാം ഇപ്പോ ഏത് അല്ലെ, ഇപ്പൊ ഒരു പ്ലംബിംഗ് വർക്കുകളൊക്കെ വരുമ്പോൾ ഏത് പ്ലേസിലാണ് ഈ പ്ലംബിംഗ് പ്രോബ്ലം വന്നതെന്ന് അറിയണം അല്ലെ. ഒരു എപ്പോഴും നമുക്കറിയാം ഹോസ്പിറ്റലിൽ മിക്കപ്പോഴും ടെക്നീഷ്യന്റെ ആവശ്യം ഉണ്ടാവും അല്ലെ, എന്തെങ്കിലും ഇലക്ട്രീഷ്യന്റെ അല്ലെങ്കിൽ പ്ലംബർ അല്ലെ, അത്തരത്തിലുള്ള. കാരണം എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവർക്ക് എവിടെയാണ് ഈ ഈ ഒരു പ്രോബ്ലം സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അവിടെ പോയി അവിടെ വർക്ക് ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കില്ല. അതേമാതിരി തന്നെ ഈ ഒരു നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അതില് നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് പോകണം അല്ലെ. ഇന്ന പ്രോബ്ലംസ് ഉണ്ട് അവിടെ, അപ്പൊ ഇന്ന പേഴ്സൺസിന്റെ ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇൻ കേസ് ആ പ്രോബ്ലംസ് ഒന്നും കറക്റ്റ് ആയിട്ട് തന്നെ മെയിൻ്റെനൻസിന്റെ ആ ഒരു ഫയലിൽ നമ്മൾ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ, അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അവരാരും പോയി അങ്ങനെയുള്ള അറ്റകുറ്റപ്പണികളൊന്നും ചെയ്യില്ല. അപ്പൊ അത് എന്താണ്, അത് വീണ്ടും വീണ്ടും ആ പണികൾ ഇങ്ങനെ വേണ്ടി നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ എക്യുപ്മെന്റ് ആണെങ്കിലും ബിൽഡിംഗ് മെയിൻ്റെനൻസ് ആണെങ്കിലും പ്രോബ്ലം വരുമ്പോൾ തന്നെ നമ്മൾക്ക് എറർ സംഭവിച്ചിട്ടുണ്ട് അല്ലെ, പ്രോബ്ലം എന്തോ സംതിങ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തി അത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അതിന്റെ പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കും അല്ലേ. ശരിയല്ലേ? അതെ. അതല്ല കൂടുതൽ വഷളായിട്ടാണ് അല്ലെ, പ്രോബ്ലം എന്താണെന്നൊന്നും ജസ്റ്റ് ഒന്ന് മര്യാദയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാതെ അത് കണ്ടിന്യൂ അല്ലെ, അത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഏറ്റവും ഇടിഞ്ഞു വീഴാറായ ഘട്ടത്തിലേക്കൊക്കെ ആവുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് അത് പരിഹരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സ്റ്റാൻഡർഡൈസ് യുവർ എക്യുപ്മെന്റ് ആൻഡ് ലൊക്കേഷൻ നോമൻക്ലേച്ചർ നമ്മൾ സ്ഥലനാമകരണമൊക്കെ കൊടുത്തിരിക്കുക. നോക്കാം, മാനേജിങ് അസറ്റ് പെർഫോമൻസ് ഡാറ്റ അക്രോസ് മൾട്ടിപ്പിൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റി മാനേജ്മെന്റ് കിറ്റ് കോംപ്ലിക്കേറ്റഡ് വിത്ത് ഇൻകൺസിസ്റ്റന്റ് നേമിംഗ് കൺവെൻഷൻസ് ഫോർ യുവർ വാട്ടർ പമ്പ്സ്, HVAC യൂണിറ്റ്സ് ആൻഡ് മോർ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ്, ഹോസ്പിറ്റലിന്റെ അല്ലെ നമ്മളുടെ ഈ ഒരു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്ലംബിങ്ങിന്റെ എന്ത് കാര്യമാണെങ്കിലും അല്ലെ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ എന്താണെങ്കിലും നമുക്ക് പൊരുത്തമില്ലാത്ത എന്തെങ്കിലും നാമകരണങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെ, അതിന്റെ ആ ഒരു പ്രോബ്ലം മൾട്ടിപ്പിൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒന്നിലെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ അല്ലെ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ അവിടെ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ എന്താണ് പൊരുത്തമല്ലാത്ത രീതിയിൽ ഇൻകൺസിസ്റ്റന്റ് നെയിമിംഗ് കൺവെൻഷൻസ് ഫോർ യുവർ വാട്ടർ പമ്പ്സ്, അങ്ങനെ പൊരുത്തമല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും നാമകരണം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അവരുടെ പെർഫോമൻസ് അല്ലെ, അസറ്റ് പെർഫോമൻസ് ഡാറ്റ കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത്. പ്രധാനമായിട്ടും ഇതിനെ എഫക്ട് ചെയ്യുന്നത് എന്താണ്, വാട്ടർ പമ്പ്സ് ആണെങ്കിലും HVAC എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ യൂണിറ്റ്സുകളുടെ ഒക്കെ തകരാറുകളെല്ലാം കറക്റ്റ് ആയിട്ട് ഇവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. This makes it harder to locate these assets within your floor plans and view and update the asset histories within your CMMS. എന്താണ് CMMS എന്ന് പറയുന്നത്? അതുപോയോ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? CMMS എന്നുള്ളത് എന്താന്ന്? കമ്പ്യൂട്ടറൈസ്ഡ്, ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ്. The next മെയിൻ്റനൻസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മള് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തില്
കൃത്യമായിട്ട് തന്നെ അപ്ഡേഷൻ ഓക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. CMMS നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോന്നിന്റെയും അല്ലെ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും അല്ലെ. ദിസ് മീൻസ് ഇറ്റ് ഹാർഡർ ടു ലൊക്കേറ്റ് ദീസ് അസറ്റ്സ് വിത്തിൻ യുവർ ഫ്ലോർ പ്ലാൻസ് and view and update the asset histories within your CMMS. അപ്പൊ ഏത് തരത്തിലുള്ള ഇതിനാണ് കംപ്ലൈന്റ് എന്നൊന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അല്ലെ പ്ലാൻ എടുത്തൊന്നും ജസ്റ്റ് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കൃത്യമായിട്ടുള്ള ഒരു നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ നാമകരണം ഇല്ല എങ്കിൽ നമ്മൾ CMMS എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും കൃത്യമായിട്ട് നാമകരണം ഒന്നുമില്ല. അപ്പൊ അതെങ്ങനെയാ തിരിച്ചറിയാം? അതിന്റെ പ്രോബ്ലം എറർ എന്തോ സംതിങ് സംഭവിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അസറ്റ് ഏതാന്ന് കണ്ടെത്താനും പറ്റുന്നില്ല, അതിന് എന്തെങ്കിലും മെയിന്റനൻസ് വർക്ക് ചെയ്യേണ്ടതുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിൻ കേസ് എക്യുപ്മെന്റ് ആണെങ്കിലും ഏത് അസറ്റ് ആണെങ്കിലും അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് നോമൻക്ലേച്ചർ നമ്മള് സ്ഥലനാമകരണം എടുത്തിട്ടാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടും നമുക്ക് മെയിന്റനൻസ് കാര്യങ്ങളെല്ലാം അപ്ഡേഷൻ ഒക്കെ വരുത്തി കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെങ്കിൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഇഫ് യു നീഡ് റൂംസ് renumbered after renovation or construction projects, you should implement room naming conventions that can. Okay, so നമ്മൾ വീണ്ടും അല്ലെ റൂമൊക്കെ നമ്മൾ പുനരുദ്ധീകരണം അല്ലെ നമ്മളിപ്പോ പറഞ്ഞു കിടക്കിടക്കൊക്കെ ബിൽഡിംഗ് ഒക്കെ ചിലപ്പോൾ പുനരുദ്ധീകരണമൊക്കെ നടത്തേണ്ടതൊക്കെ ആയിട്ട് വരും. ഇൻ കേസ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ബിൽഡിങ്ങിനൊക്കെ നമ്പർ കൊടുക്കും അല്ലെ. നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞത് F ബ്ലോക്ക് D ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു, അതേമാതിരി തന്നെ ആ ബ്ലോക്കിലുള്ള നമ്പറുകളൊക്കെ അല്ലെ നമ്മളിപ്പോ ഒരു പേഷ്യന്റിനെ കാണാൻ പോകുമ്പോ ഏതോ ബ്ലോക്കിലൊക്കെ ചെന്ന് അതേമാതിരി തന്നെ നമ്പർ അനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ നാമകരണം ചെയ്യുമ്പോഴും നല്ല കൃത്യതയോട് കൂടിയിട്ട് നമ്പറിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതിനതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ. ഇല്ലേ? ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് പറഞ്ഞു എന്താണ് നമ്മൾ കൃത്യമായിട്ട് തന്നെ നോമൻക്ലേച്ചർ അല്ലെ നാമകരണം നടത്താം എന്നുള്ള കാര്യം. നെക്സ്റ്റ് എന്താണ് നമ്മളിങ്ങനെ പുനരുദ്ധീകരണം അല്ലെ വീണ്ടും എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഒക്കെ ആയിട്ട് കൂട്ടിച്ചേർത്ത് വീണ്ടും നമ്പറിംഗ് ഒക്കെ കൂടുതൽ ചേഞ്ചസ് ഒക്കെ വരുത്തുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ അത് അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഗുണവശങ്ങളുണ്ട് അല്ലെ. ഷുഡ് ഇംപ്ലിമെന്റ് റൂം നെയിമിംഗ് കൺവെൻഷൻ ദാറ്റ് ക്യാൻ എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത് സ്കെയിൽ ഫ്രം സിംഗിൾ ഫ്ലോർ ടു ആൻ എൻറ്റയർ ബിൽഡിംഗ്. നമ്മളിങ്ങനെ നാമകരണം അല്ലെ ബിൽഡിങ്ങിന് ആ നമ്പറൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്താണ് സിംഗിൾ ഫ്ലോർ ടു ആൻ എൻറ്റയർ ബിൽഡിംഗ്. നമ്മള് താഴത്തെ അല്ലെ ഒരു നിലയിൽ മാത്രം ഒതുക്കാതെ മുഴുവൻ ബിൽഡിങ്ങിനെ കേന്ദ്രീകരിച്ചിട്ട് ഉള്ള നമ്പറുകളൊക്കെ ഇടാൻ തുടങ്ങുക അല്ലെ. നമുക്കറിയാം ബിസിനസ് ആവുമ്പോൾ അല്ലെ ഹോസ്പിറ്റൽ ആണെങ്കിലും ബിസിനസ് ആണ്, അത് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഓരോരോ നിലകളൊക്കെ കൂട്ടി വരാനുള്ള സാധ്യതകളുണ്ട്. അത് കൺസിഡർ ചെയ്ത് അത് പരിഗണിച്ചിട്ട് തന്നെ നമ്മൾ എന്താണ് ഫസ്റ്റ് ഫ്ലോറിലൊക്കെ നമ്പറിംഗ് സിസ്റ്റം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. സ്കെയിൽ ഫ്രം സിംഗിൾ ഫ്ലോർസ് ടു ആൻ എൻറ്റയർ ബിൽഡിംഗ് അല്ലെ മുഴുവൻ ബിൽഡിങ്ങിനെ പ്രതിനിധീകരിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് എന്താ അലൈൻ വിത്ത് ആക്യുറേറ്റ് മെഷർമെന്റ് വിത്ത് പ്രാക്ടിക്കൽ ആൻഡ് സിഗ്നൽ നമ്പർ സിസ്റ്റം. അതായത് നമ്മളെപ്പോഴും തുടർച്ചയായ അല്ലെ നമുക്ക് എപ്പോഴും എന്താണ് മറ്റേക്ക് ഒരു താഴത്തെ ഫ്ലോറിൽ എന്താ പറയാ 10 വരെയുള്ള നമ്പർ കൊടുക്കുക, നെക്സ്റ്റ് ഫ്ലോറിൽ അങ്ങനെ തുടർച്ചയായിട്ടല്ലാത്ത നമ്പറുകളൊന്നും കൊടുക്കരുത്. എപ്പോഴും തുടർച്ചയായിട്ടുള്ള നമ്പറുകൾ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് അല്ലെ. തുടർച്ചയായിട്ടുള്ള നമ്പർ ഉപയോഗിച്ച് കൃത്യമായ അളവുകളൊക്കെ വിന്യസിക്കുക എന്നുള്ളത്. അലൈൻ വിത്ത് ആക്യുറേറ്റ് മെഷർമെന്റ്സ് എപ്പോഴും നമ്മൾ ആക്യുറേറ്റ് കൃത്യത മെഷർ ചെയ്യുക വിത്ത് പ്രാക്ടിക്കൽ ആൻഡ് സീക്വൻഷ്യൽ നമ്പർ സ്കീംസ്. അതായത് നമുക്ക് സാധാരണ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തുടർച്ചയായ നമ്പർ ഉപയോഗിച്ചിട്ട് തന്നെ ആക്യുറേറ്റ് ചെയ്ത് മെഷർ ചെയ്യുക എന്നുള്ളത്, കൃത്യതയോടുകൂടി മെഷർ ചെയ്യുക. എന്താ വീണ്ടും പറയുന്നത് ഇഫ് യു ആർ മാനേജിങ് മൾട്ടിപ്പിൾ ഹോസ്പിറ്റൽ ബിൽഡിംഗ്സ് വിത്തിൻ മെയിൻ്റനൻസ് പ്രോഗ്രാംസ് standardizing items such as work order type, asset categories, naming convention and vendor information has two main benefits. ഇതുമാതിരി തന്നെ അല്ലെ നമ്മള് ഹോസ്പിറ്റലിന്റെ ആ മെയിൻ്റനൻസ് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ചിലപ്പോഴൊക്കെ നമുക്ക് അറിയാം ചില അസറ്റ് അല്ലെ ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റാൻഡർഡൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള രീതിയിൽ നമ്മളിപ്പോ ഓരോ നമ്പറൊക്കെ കൊടുക്കുന്നത് തുടർച്ചയായിട്ടുള്ളതും എന്നാൽ മുകളിലേക്ക് അല്ലെ എല്ലായിടത്തേക്കൊക്കെ ബിൽഡിങ് കൂട്ടി പണിയാണെങ്കിലും അതിനെ കൂടി കേന്ദ്രീകരിച്ചിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് നമ്പർ സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേക ഗുണങ്ങൾ എന്താണ്? സ്റ്റാൻഡേർഡ് ഐറ്റംസ്
such as the work order type, asset categories, naming conventions, and vendor information has to main benefits. അതിനെല്ലാം തന്നെ അല്ലെ അസറ്റിന്റെ കാറ്റഗറി ആണെങ്കിലും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിന്റെ ടൈപ്പ് ആണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ബെനിഫിറ്റ് ഇങ്ങനെയൊക്കെയുള്ള കൃത്യമായ നമ്പർ സിസ്റ്റത്തിൽ കൈകാര്യം ചെയ്തിട്ട് സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഒരു നല്ല രീതിയിലുള്ള ഗുണം കിട്ടുമെന്നുള്ളതാണ് എടുത്തു പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ഗുണം നോക്കാം. You will experience more accurate and efficient reporting capabilities for your department. അതായത് നമുക്ക് കാര്യക്ഷമമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? നമ്മളിപ്പോ തുടക്കം തുടങ്ങിയ പറയുന്നതാണ് അതിന്റെ ബേസ് അല്ലെ. നമ്മള് എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വളരെ കൃത്യതയോട് കൂടിയിട്ട് വേണം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. എല്ലാ കാര്യത്തിലും എക്യുപ്മെന്റിന്റെ കാര്യത്തിലും അതിന്റെ കാര്യം അല്ലെ, അതേമാത്രം തന്നെ അസറ്റിന്റെ കാര്യത്തിലാണെങ്കിലും നോമൻക്ലേച്ചർ പോലെയുള്ള സ്ഥലനാമകരണം ചെയ്യണം. അതേമാതിരി തന്നെ നമ്മൾ റൂം അല്ലെ അതിന്റെ നമ്പറിംഗ് സിസ്റ്റം ആണെങ്കിലും നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള നമ്പറിംഗ് സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കണം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു വരുമ്പോൾ എല്ലാത്തിനും ഒരു ഓർഡർ കിട്ടും അല്ലെ. വർക്ക് ഓർഡർ ടൈപ്പ്, അസറ്റ് കാറ്റഗറീസിന് എല്ലാത്തിനും തരം തിരിച്ച് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ ബെനിഫിറ്റ് അല്ലെ, അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആക്യുറേറ്റ് ആയിട്ട് എഫിഷ്യന്റ് റിപ്പോർട്ടിംഗ് കേപ്പബിലിറ്റീസ് ഫോർ യുവർ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എഫിഷ്യന്റ് കാര്യക്ഷമമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു പോകാനായിട്ട് സജ്ജമായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് യു ക്യാൻ leverage insight from your benchmarks by analyzing each asset's performance, replacement, failure, and other critical maintenance key performance indicators. അതായത് നമ്മൾ key performance indicators എന്ന് പറയുമ്പോൾ എന്താണ് കേട്ടിട്ടുണ്ടോ? സൂചകങ്ങൾ, അതായത് നമ്മൾ സൂചക അല്ലെ, ഓക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ എന്താണ് നമുക്കറിയാം, എന്താണ് റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു സൂചകകൾ കൊടുത്തിട്ട് തന്നെ അല്ലെ, ആ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് തന്നെ സ്റ്റാൻഡേർഡ് കൊടുത്തിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ സാധിക്കുമെന്നുണ്ട്. അപ്പൊ യു ക്യാൻ ലിവറേജ് ഇൻസൈറ്റ് ഫ്രം യുവർ ബെഞ്ച്മാർക്ക് ബൈ അനലൈസിങ് ഈച്ച് അസറ്റ് പെർഫോമൻസ്, റീപ്ലേസ്മെന്റ് അസറ്റിന്റെ പെർഫോമൻസും അതേമാതിരി തന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെ, ഫെയിലിയർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള നമ്മള് ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കേസുകൾ ചിലപ്പോഴെങ്കിൽ അതിന്റെ ബാറ്ററിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ എന്തെങ്കിലും അല്ലെ, എന്തെങ്കിലും ഭാഗങ്ങൾ ഒടിഞ്ഞു പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു തകരാറ് അല്ലെ അത് ഉണ്ടോ എന്നുള്ളത്, ആ ഫെയിലിയർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യാനൊക്കെ സാധിക്കും. In the long run, you can use this change to your data to make more informed decision and ultimately a positive ROI. ROI എന്ന് പറയുമ്പോൾ എന്താണ്? ROI ചെറിയ ചെറിയ ഷോർട്ട് ഫോമിലാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വിവരിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ ഇടയ്ക്കെങ്കിലും ബുദ്ധിമുട്ടാണ് നമുക്കത് ക്ലിയർ ചെയ്ത് പോകാനായിട്ട്. എല്ലാത്തിന്റെയും ആപ്ലിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം നമുക്ക് അതിന്റെ മീനിങ്ങിലേക്ക് എത്തില്ല. ഇതാണ് ROI എന്ന് പറയുന്നത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു റിട്ടേൺ അല്ലെ നമുക്ക് കിട്ടണം അല്ലെ. ഹോസ്പിറ്റൽ ആണെങ്കിലും അവര് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഒരു റിട്ടേൺ കിട്ടേണ്ടിയിരിക്കും അല്ലെ. അപ്പൊ എന്താണ് കൃത്യമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം അപ്ഡേഷനൊക്കെ വരുത്തി സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അൾട്ടിമേറ്റ്ലി അവർക്ക് എന്താണ് നല്ലൊരു റിട്ടേൺ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് തന്നെയുള്ള റിട്ടേൺ അവർക്ക് നേടിയെടുക്കാനും സാധിക്കും. In the long run, you can use this change to your data to make a more informed decision and ultimately a positive return on investment. ROI. ആരെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവുക. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഒന്ന് രണ്ട് പോയിന്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേര്. അതായത് ചിലപ്പോഴെങ്കിലും ചില ക്വസ്റ്റ്യൻസ് അല്ലെ, ചില ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. എന്താണ് സിംഗിൾ ഫ്ലോർ ടു ആൻ എൻജിയർ നമ്പറിംഗ്. അതാണ് പ്രധാനമായിട്ട് നമുക്ക് എങ്ങനെയാണ് അല്ലെ സ്കെയിൽ ഫ്രം സിംഗിൾ ഫ്ലോർ ആൻഡ് എൻജിയർ ബിൽഡിംഗ്. ചിലപ്പോഴൊക്കെ വാട്ട് ഷുഡ് റൂം നെയിമിംഗ് കൺവെൻഷനിൽ അല്ലെ എന്തെങ്കിലും നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുമോ, എങ്ങനെയാണത്
നടത്തിക്കൊണ്ട് പോകേണ്ടത്? വാട്ട് ടു ഡു അല്ലെ? എന്താണ് ചെയ്ത് പുതിയ ഒരു റൂമിംഗ് നമ്പർ റീ നമ്പർ ഒക്കെ സിസ്റ്റം വരുമ്പോൾ എന്താണ് ചെയ്തു തുടങ്ങേണ്ടത്? എങ്ങനെയാണ് ചെയ്തു തുടങ്ങേണ്ടത്? സ്കെയിൽ ഫ്രം സിംഗിൾ ഫ്ലോർ ടു ആൻ എൻറ്റയർ ബിൽഡിംഗ്. നമ്മൾ മൊത്തം ബിൽഡിങ്ങിനെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കണം നമ്മൾ അല്ലെ സിംഗിൾ ഫ്ലോറിൽ തുടങ്ങി നമ്പർ സിസ്റ്റം കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആൻസർ നോട്ട് ചെയ്യാം. സ്കെയിൽ ഫ്രം സിംഗിൾ ഫ്ലോർ ടു ആൻ എൻറ്റയർ ബിൽഡിംഗ്. നെക്സ്റ്റ് നോക്കാം, നമുക്ക് അതേമാതിരി തന്നെ എന്തൊക്കെ ബെനിഫിറ്റ്സ് അല്ലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് എന്താണ് പ്രധാനമായിട്ടും ബെനിഫിറ്റ് കിട്ടുക? മെയിൻ ബെനിഫിറ്റ്സ് എന്താണ്? ഫോർ ആക്യുറേറ്റ് ആൻഡ് എഫിഷ്യന്റ് റിപ്പോർട്ടിംഗ് കേപ്പബിലിറ്റീസ് അല്ലെ. നമുക്ക് അതിന്റെ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ടും നല്ല രീതിയിൽ അല്ലെ കൃത്യമായ രീതിയിൽ നമുക്ക് മെഷർമെന്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ കൃത്യമായ രീതിയിലും അതേപോലെ തന്നെ കാര്യക്ഷമമായ രീതിയിലും മെഷർ ചെയ്തിട്ട് റിപ്പോർട്ടിംഗ് ചെയ്യാനായിട്ട് അല്ലെ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. കാരണം നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് വെച്ചാണ് നമ്മൾ അപ്ഡേഷൻ വരുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് കാര്യക്ഷമമായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു മെയിൻ ബെനിഫിറ്റ് ആണ്. എന്താണ്? മോർ ആക്യുറേറ്റ് ആൻഡ് എഫിഷ്യന്റ് റിപ്പോർട്ടിംഗ് കേപ്പബിലിറ്റീസ് അല്ലെ. കാര്യക്ഷമമായിട്ട് അതിന്റെ റിപ്പോർട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, ആ പോയിന്റ് നോട്ട് ചെയ്യാം. എന്താണ് KPL അല്ലെ? KPIS എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ചിലപ്പോഴൊക്കെ ഈ അബ്രിവേഷൻസ് എല്ലാം തന്നെ നോട്ട് ചെയ്ത് പോകണം കേട്ടോ. കാരണം ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ അറിയാത്തതാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കത് അല്ലെ കൺഫ്യൂഷൻ ആണ്. അപ്പൊ അതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കാം. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അതേമാതിരി തന്നെ ROI അല്ലെ. ROI എന്നുള്ളത് നോട്ട് ചെയ്യുക. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ക്ലിയർ ആണോ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ാണോ? കണ്ടിന്യൂ ചെയ്യാലോ? നമുക്ക് കണ്ടിട്ടുണ്ട് മിക്കപ്പോഴും നമ്മൾ ബാർകോഡുകൾ കണ്ടിട്ടുണ്ട് അല്ലെ. അത് നമുക്കറിയാം. ഇത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സംതിങ് അല്ലെ ഉള്ളത് കൊണ്ടാണ് ഈ ബാർകോഡുകളെല്ലാം കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫിക്കേഷൻ ആണ് അതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. തിരിച്ചറിയാൻ പറ്റണം അല്ലെ എന്ത് തരത്തിലുള്ള വസ്തുവാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ബാർകോഡ് എക്യുപ്മെന്റ് ആൻഡ് അസെറ്റ്സ്. അസറ്റിനാണെങ്കിലും എക്യുപ്മെന്റിനാണെങ്കിലും ബാർകോഡിംഗ് സമ്പ്രദായം. ഓഫൺ large hospital systems lack a complete or accurate inventory of assets. അതായത് നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻവെന്ററി അതിന്റെ അസറ്റിന്റെ ഒക്കെ ആണെങ്കിലും അതിന്റെ ആ ഒരു സ്റ്റോക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിവ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല വലിയ വലിയ ഹോസ്പിറ്റൽ ആവുന്നത് അല്ലെ. നമുക്കറിയാം ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടാവും, ഒരുപാട് ആസ്തികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ ഡൗൺ ആയിട്ടല്ലേ കിടപ്പുണ്ടാവും. നമുക്കറിയാം അതിന്റെ കൃത്യമായ മെയിൻ്റെനൻസും കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോവാത്തത് കൊണ്ട് അതൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നത് അല്ലേ. ശരിയല്ലേ? വലിയ വലിയ ഹോസ്പിറ്റലിൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിലാണ് പോണെങ്കിൽ ഇങ്ങനെയൊന്നും പ്രോബ്ലംസ് സംഭവിക്കില്ല അല്ലെ. സോ വെൻ ഇറ്റ്സ് time for a complaint surrounding an incorrectly labeled asset or incorrect inventory can mean hundreds of thousands of dollars. അതായത് ഇത്തരത്തിലുള്ള കുറെ അല്ലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ലേബിള് ചെയ്തിരിക്കുന്ന അസറ്റുകളോ അല്ലെങ്കിൽ ടൈമില് ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലെ ഐഡന്റിഫിക്കേഷൻ മാർക്കുകളൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് അല്ലെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതെന്താണ് എവിടെ നിന്നാണ് ഈ ഒരു അസറ്റ് ഏതിലേക്കാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ചിലത് നമ്മൾ വിചാരിക്കും ചില ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുമ്പോൾ ഇത് ഏതിലേക്കാണ് ഏത് ഇൻവെന്ററിയിലേക്കാണ് ഇത് കയറ്റി ഇതിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് വരും
അതാണ് പറയുന്നത് യു ക്യാൻ മീൻ ഹൺഡ്രഡ്സ് ഓർ തൗസൻഡ്സ് ഓഫ് ഡോളേഴ്സ് എന്ന് വെച്ചാൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാനൊക്കെ ആയിട്ട് ഇടയുണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഈ ഐഡന്റിഫിക്കേഷൻ മാർക്കുകളൊന്നും ഇല്ല എങ്കിൽ. ശരിയല്ലേ? ദെൻ അതിന്റെ ആ ഒരു മീനിങ്ങിൽ നോക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് താഴേക്ക് നോക്കാം. ഇഫ് യുവർ അസറ്റ്സ് ആർ നോട്ട് ടാഗ്ഡ് വിത്ത് യൂണിക് ഐഡന്റിഫിക്കേഷൻ കോഡ്സ് this increase the likelihood of not locating an asset in person or on virtual floor plans. അതായത് നമ്മളിപ്പോ ഓരോന്നിനും ഓരോ ടാഗ് അല്ലെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് അത് അങ്ങനെ ഒരു ടാഗ് ചെയ്തിട്ടില്ലെങ്കിൽ ആർ നോട്ട് ടാഗ്ഡ് വിത്ത് യൂണിക് ഐഡന്റിഫിക്കേഷൻ കോഡ്, ദിസ് ഇൻക്രീസ് ദ ലൈക്ലിഹുഡ് ഓഫ് നോട്ട് ലൊക്കേറ്റിംഗ് ആൻ അസറ്റ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഇല്ലാത്ത വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അപ്ലോഡ് ആവില്ല അല്ലെ? ശരിയല്ലേ? കാരണം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ തന്നെ അല്ലെ നമ്മുടെ ബാർകോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അപ്ലോഡ് ആയി പോകുന്നത്. In turn, your equipment is not routinely checked on. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ അല്ലെ ടാഗ് ഇല്ലാത്ത സംഭവങ്ങൾ എന്താണ് routinely ചെക്ക് ചെയ്യില്ല അല്ലെ? എന്തെങ്കിലും ചെക്കിംഗ് ഉണ്ടോ എന്നുള്ളതൊന്നും അത് പെടില്ല. ആൻഡ് യുവർ എൻവയോൺമെന്റ് ആർ അറ്റ് റിസ്ക്. അത് മാത്രമല്ല അത് നമ്മുടെ അല്ലെ ഇങ്ങനെ അടിഞ്ഞു കൂടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിക്ക് എന്തോ ഭാരമായ ഒരു സംഭവമായിട്ട് അത് അവിടെ വേസ്റ്റ് ആയിട്ട് അടിഞ്ഞു കൂടുകയാണ് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ് ഇത് കറക്റ്റ് ആയിട്ട് ടാഗ് ചെയ്ത് കമ്പ്യൂട്ടറൈസിലേക്കൊന്നും കയറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ കംപ്ലൈൻസുകളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ടൊന്നും ടൈമിലി അല്ലെ ആ ഒരു ട്രാക്കിൽ ചെക്ക് ചെയ്യുന്ന നേരത്തൊന്നും ഇത് ചെക്ക് ചെയ്ത് പോകില്ല. കാരണം ഇത് ഓൾറെഡി ഇതിലില്ല, സിസ്റ്റത്തിൽ ഇല്ല അല്ലെ? ആ ഒരു ബാർകോഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ടാഗ് വെച്ചിട്ട് അതിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല. അങ്ങനെ വരാത്ത സമയത്തോളം എന്താണ് ഇത് ഈ എക്യുപ്മെന്റ്സ് ഒന്നും റൂട്ടീൻലി ചെക്ക് ചെയ്യില്ല. അത് ഒരു അല്ലെ എൻവയോൺമെന്റിന് ഒരു ബാധ്യതയായിട്ട് അവിടെ അടിഞ്ഞുകൂടി കിടപ്പുണ്ടാവും. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, അപ്പൊ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. നമുക്കറിയാം ചെറിയ കാര്യമാണ്. നമ്മളൊരു ബിസിനസ് ഫേമൊക്കെ വലിയ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഒരു ബിസിനസ് ഫേമൊക്കെ തുടങ്ങണമെങ്കിൽ നമുക്കറിയാം അതിൻ്റെതായ റിസ്ക്കും അല്ലെ എല്ലാം തന്നെ നമ്മുടെ മൈൻഡിലുണ്ടാവും. ഒരു മുതൽ മുടക്കണേന്റെ അത്രയും ഇത് നമ്മൾ അതിൽ നിന്ന് എന്താണ് റിട്ടേൺ അപ്ഡേറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും അല്ലെ? അതേസമയം വലിയ വലിയ ഒരു സ്ഥാപനമൊക്കെ ആകുമ്പോൾ ഇതൊന്നും കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാം. ടാഗിങ് സമ്പ്രദായം ഒന്നും ചിലപ്പോൾ ചില മെഷീനോ അല്ലെ ചില എക്യുപ്മെന്റിനൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അതിന്റെ ചെക്കിങ് കാര്യങ്ങളൊന്നും അപ് ടു ഡേറ്റ് ആയിട്ട് നടന്നിട്ട് വരും. അത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ചിലപ്പോഴെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്, നോട്ട് ടാഗഡ് അല്ലെ? അങ്ങനെ ടാഗ് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അത് കറക്റ്റ് ആയിട്ട് റുട്ടീൻ ആയിട്ടൊന്നും ചെക്ക് ചെയ്യാനൊന്നും സാധിക്കില്ല എന്നുള്ളത് അല്ലെ? നോട്ട് ലൊക്കേറ്റിംഗ് ആൻ അസറ്റ്, അത് കറക്റ്റ് ആയിട്ട് അസറ്റിലെ ഉള്ളില് ലൊക്കേറ്റ് ചെയ്യുകയില്ല അല്ലെ? അങ്ങനെ വരുമ്പോഴെന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തൊന്നും പോകില്ല. പിന്നെ എന്താണ് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Your hospital maintenance program can place asset identification tags on all equipment to help your team identify, track and control your asset in any environment. നമ്മൾ നേരത്തെ കണ്ടത് അല്ല എങ്കിൽ അല്ലെ? ഇപ്പൊ നമ്മൾ നോക്കാം എന്താണ് മെയിൻ്റനൻസ് പ്രോഗ്രാം ക്യാൻ പ്ലേസ് അസറ്റ് ഐഡന്റിഫിക്കേഷൻ ടാഗ്സ് ഓൺ ഓൾ എക്യുപ്മെന്റ്. എല്ലാ എക്യുപ്മെന്റിനും അങ്ങനെ ഒരു ടാഗ് ഉണ്ട് എങ്കിൽ അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? നിങ്ങൾക്ക് തന്നെ പറയാലോ. എന്തായിരിക്കും അതിന്റെ ഗുണങ്ങൾ? എന്തെങ്കിലും ഗുണം കിട്ടോ? ഐഡന്റിഫിക്കേഷൻ ഓക്കെ, ആ ട്രാക്ക് നമുക്ക് എന്താണ് അതിന്റെ ഫ്ലോ നമുക്ക് നോക്കാം. അതേമാതിരി തന്നെ എന്താണ് ഐഡന്റിഫൈ ട്രാക്ക് നോക്കാം. എന്തെങ്കിലും അല്ലെ അസറ്റിന് എന്തെങ്കിലും കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ അല്ലെ? ഇൻ കേസ് എന്തെങ്കിലും റിക്വയർമെന്റ് നടത്തേണ്ടതുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഓക്കെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ ആ ഒരു പോക്കിനെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പരിഹരിച്ചു പോകാൻ സാധിക്കും. അധികമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അത് എങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിന് കൃത്യമായ ഐഡന്റിഫിക്കേഷൻ ടാഗ് ഉണ്ട് എങ്കിൽ. നമുക്കറിയാം ടാഗ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എന്താണ് സിസ്റ്റത്തിലേക്ക് അത് കയറി വരും അല്ലെ? അപ്പൊ അതിന്റെ ട്രാക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കാം. ഇവിടെ ഒരു വീണ്ടും ഒരു അബ്രിവേഷൻ വരുന്നുണ്ട്, FSI. എന്താണ് FSI എന്ന് പറയുന്നത്? ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. ഓക്കെ, ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് നോട്ട് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ആരെങ്കിലും ഈ അബ്രിവേഷൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്താൽ അവർ പെട്ടെന്ന് തന്നെ ഇതിനകത്തേക്ക് ടൈപ്പ് ചെയ്യുക. കാരണം ബാക്കിയുള്ളവർക്ക്
അത് പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. എന്താണ് FSI? എന്താണ് FSI ഉദ്ദേശിക്കുന്നത്? ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. അപ്പൊ ഫോർ സ്പേസ് ഇൻഡെക്സ് എന്താ പറയുന്നത്? For space index offers various labeling options to customize with a logo, asset information, facility information, and barcodes. എന്താണ് അത്തരത്തിലുള്ള ആ ഒരു ഓപ്ഷൻ കൊണ്ട് വാഗ്ദാനം ചെയ്യുന്നത്? ഇങ്ങനെ നമ്മൾ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെ, ഫോർ സ്പേസ് ഇൻഡെക്സ് ആ ഒരു സൂചക വെച്ചുകൊണ്ട് തന്നെ നമ്മൾ സിസ്റ്റത്തിലേക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടും അല്ലെ. എന്താണ് ലേബലിംഗ് ഓപ്ഷൻസ്, കസ്റ്റമൈസ് വിത്ത് ലോഗോസ്, അത് ലോഗോ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അസറ്റ് ഇൻഫോർമേഷൻ, അസറ്റിന്റെ ഓരോരോ പുതിയ ഇൻഫോർമേഷൻസ് അല്ലെ, എത്രത്തോളം ഉപയോഗിച്ചു, ഇനി എത്രത്തോളം ഉപയോഗിക്കാൻ കിടപ്പുണ്ട്, അതിന്റെ ആ ഒരു ഡേറ്റ് അല്ലെ, എക്യുപ്മെന്റ് ഒക്കെ ആണെങ്കിൽ അതിന് ഇനി എത്രത്തോളം നാൾ ലീഡ് ഉണ്ട്, അതിന്റെ അറ്റകുറ്റി പണി ചെയ്യേണ്ട സമയമായോ, അങ്ങനെയൊക്കെ നമുക്ക് പരിശോധിച്ചറിയാൻ സാധിക്കും. ഫെസിലിറ്റി ഇൻഫോർമേഷൻസ്, അതായത് ഇനിയിപ്പോ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ആ ഒരു ബ്ലോക്കിനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ആ ബ്ലോക്കിൽ ഇനിയും ഫെസിലിറ്റീസ് സാധ്യതയുണ്ടോ അല്ലെ, അത് നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ ഒരു ഐഡന്റിറ്റി അല്ലെ, ആ ഒരു ഫെസിലിറ്റി നമുക്ക് പ്രദാനം ചെയ്ത് ലോഗോ ഒക്കെ വെച്ച് മാർക്കൊക്കെ ചെയ്തിട്ടാണ് അതിലേക്ക് കയറ്റണമെങ്കിൽ അതിന് എന്തെങ്കിലും ഉപയോഗപ്രദമല്ലാത്ത ഏരിയ ഉണ്ടോ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ അതിന് ബാർകോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടും സാധിക്കുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? എല്ലാ കാര്യങ്ങളിലും എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണ്? ഐഡന്റിഫിക്കേഷനോട് കൂടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് അല്ലെ, ഒരു സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇത് സിസ്റ്റത്തിലേക്കൊക്കെ കൈകാര്യം ചെയ്യാണെങ്കിൽ അതിന്റെ ഒരു ട്രാക്ക് നമ്മുടെ കയ്യിൽ അല്ലെ കൊണ്ട് നടക്കാൻ മെയിൻ്റെനൻസ് കാര്യങ്ങളും കൺട്രോളിങ്ങിനൊക്കെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുമാണ്. ഇതിനെന്താ പറയുന്നത്? You can also use a comprehensive site data collection service to record, verify, and update your asset and equipment inventories. അതേമാതിരി തന്നെ എന്താണ് സമഗ്രമായ രീതിയിൽ അല്ലെ, യു ക്യാൻ ഓൾസോ യൂസ്, നമുക്ക് കഴിയുമെന്നുള്ളത് എന്താണ്? കോംപ്രഹെൻസീവ് ഓൺ സൈറ്റ് ഡാറ്റ കളക്ഷൻ സർവീസ് ടു റെക്കോർഡ്, വെരിഫൈ ആൻഡ് അപ്ഡേറ്റ് യുവർ അസറ്റ് ആൻഡ് എക്യുപ്മെന്റ് ഇൻവെന്ററീസ്. നമ്മുടെ കയ്യിലുള്ള അസറ്റിന്റെ ആണെങ്കിലും എക്യുപ്മെന്റിന്റെ ആണെങ്കിലും സ്റ്റോക്കുകൾ അല്ലെ, അതിനെ കൃത്യമായിട്ട് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനും അതിനെ വെരിഫൈ ചെയ്യാനും അല്ലെ, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ തരംതിരിച്ച് മനസ്സിലാക്കാനും അതിന്റെ അപ്ഡേഷൻ വരുത്താനൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള സമഗ്രമായിട്ടുള്ള ഈ ഓൺസൈറ്റ് ഡാറ്റ കളക്ഷൻ കൊണ്ട് സാധിക്കുമെന്നുള്ളത് അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഓൺസൈറ്റ് നമുക്ക് ആ ഒരു ഡാറ്റ കളക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു സർവീസുകൾ എന്തൊക്കെയാണ്? റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, വെരിഫൈ ചെയ്യാൻ സാധിക്കും, അപ്ഡേറ്റ് വരുത്താനായിട്ട് സാധിക്കുന്നു. എന്താണ് അപ്പൊ അതിന്റെ ഒപ്പം നോട്ട് ചെയ്ത് പോവുക. Then finally, the data collected will be uploaded and standardized within your CMMS database, all to ensure that your hospital building maintenance programs is reliable, useful and usable. അതായത് ഇങ്ങനെ നല്ല രീതിയിൽ CMMS ആ ഡാറ്റാബേസിൽ നമ്മൾ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അല്ലെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമുക്കറിയാം അല്ലെ, നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതായത് അത് ഉറപ്പ് വരുത്തുകയാണ് എന്താണ്, നമ്മുടെ വിവരങ്ങളെല്ലാം അത് വിശ്വസനീയമാണ് അല്ലെ, വിശ്വസനീയമാണ്, അതേപോലെ തന്നെ ഉപയോഗപ്രദവുമാണ് അല്ലെ, വിശാലമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. കാരണം അതിന്റെ ആ ഒരു ഡാറ്റകളെല്ലാം അപ്ഡേഷൻ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് വിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ്. എന്താണ് അത് ഉപയോഗിക്കാം അല്ലെ, എന്തെങ്കിലുമൊക്കെ ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ അത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ബിൽഡിങ്ങിന്റെ ഒരു പോർഷൻ ഇപ്പോഴും ഉപയോഗമില്ലാതെ കിടക്കുകയാണെങ്കിൽ അത് ഓക്കെ ആയ ഒരു പോർഷൻ ആണെന്ന് കണ്ടെത്തി അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലെ. അതേമാതിരി തന്നെ എന്താണ് ചില എക്യുപ്മെന്റ്സുകൾ അല്ലെ, ചില എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും നമുക്കറിയാം അതിന്റെ ആ ഒരു ഹിസ്റ്ററി ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതിന് ഇനിയും വാലിഡിറ്റി ഉണ്ട് അല്ലെ, അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒന്നും എന്താ പറയുക അതിന്റെ വാലിഡേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല, എക്യുപ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയത് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ CMMS കൊടുക്കുന്ന ഡാറ്റാസ് എപ്പോഴും എന്തായിരിക്കണം, സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള രീതിയിൽ ടാഗ് ചെയ്ത അല്ലെങ്കിൽ നോമൻക്ലേച്ചർ ഒക്കെ ചെയ്ത രീതിയിലുള്ള
ഐഡന്റിഫിക്കേഷൻ ഒക്കെ ആയിരിക്കണം കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്താണ് കൺട്രോൾ ചെയ്യാനും വെരിഫൈ ചെയ്ത് അപ്ഡേഷൻ ഒക്കെ വരുത്തി കൈകാര്യം ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോണോട്ടോ. എന്തെങ്കിലും ഒക്കെയാണോ? വായിച്ചു നോക്കുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനാണ് കേട്ടോ കുറച്ച് സമയം തരുന്നത്. തീർച്ചയായിട്ടും വായിച്ചു നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് പോയിന്റ് ഒന്ന് തുടങ്ങി വെക്കാലോ. നമുക്ക് നോക്കാം. എസ്റ്റാബ്ലിഷ് ആൻഡ് മോണിറ്റർ ക്രിട്ടിക്കൽ ഹോസ്പിറ്റൽ പെർഫോമൻസ് മെട്രിക്സ്. അതായത് നമുക്ക് കൂടുതലായിട്ട് അല്ലെ നമുക്ക് നിരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതല്ലേ. എപ്പോഴും നമുക്കറിയാം ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ആ പെർഫോമൻസ് പ്രകടനം എന്നത് എപ്പോഴും എന്താണ്, അത് നല്ല രീതിയിൽ തന്നെ സ്ഥാപിക്കുകയും വേണം. അതേമാതിരി തന്നെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും വേണം അല്ലെ. അവരുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും നന്നായിട്ട് തന്നെ റൺ ചെയ്യാം. നമുക്കറിയാം മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി എന്താണ് നമ്മൾ ഭേദഗതി വരുത്തി ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യേണ്ടത്. നോക്കാം എന്താണ് എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും അത് നോക്കി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഡു യു ഹാവ് an adequate level of technicians? Is your equipment productivity high enough? Viewing standards across the hospital industry can highlight the area of improvement and celebration. അതായത് പല പല ചോദ്യങ്ങളോട് ഉപേനയാണത് ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് മതിയായ സാങ്കേതിക വിദഗ്ധ അല്ലെ വൈദ്യത്തിനുണ്ടോ? നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടായിരിക്കും അല്ലെ. അവിടേക്ക് കയറി ചെല്ലാനായിട്ട് പേഷ്യൻസിന് എപ്പോഴും ഒരു അല്ലെ നമ്മളൊരു അസുഖമായിട്ട് പോയാലും ആ ഹോസ്പിറ്റലിൽ പോയാൽ എന്റെ രോഗം മാറും എന്നാ ചില പേഷ്യൻസ് ഒക്കെ പറയാറുണ്ട്. ശരിയാണോ? ഉണ്ട് അല്ലെ. ചിലർക്കൊക്കെ എന്തോ ആ ഹോസ്പിറ്റലിൽ ചില പാരന്റ്സിനൊക്കെ നമുക്കറിയാം ചില ഡോക്ടറിനെ തന്നെ കാണണം, അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഇംപ്രഷൻ അല്ലെ, അങ്ങനെ വരുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു ചികിത്സ മാത്രമല്ല അവിടുത്തെ എല്ലാ ഫെസിലിറ്റിയും കൂടി ആയിരിക്കും അവരിൽ ആ ഒരു അങ്ങനെ ഒരു അല്ലെ മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ഒരു പ്രേരണ അവരുടെ ഉള്ളിൽ ആശയം ജനിക്കുന്നത്. അങ്ങനെ വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോ എന്താണ് അത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് യുവർ എക്യുപ്മെന്റ് പ്രൊഡക്ടിവിറ്റി ഹൈ ഇനഫ്? നല്ല രീതിയിൽ തന്നെ അവരുടെ എക്യുപ്മെന്റ് ഒക്കെ അല്ലെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ ഫലപ്രാപ്തിയോട് കൂടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? സ്റ്റാൻഡേർഡ് അക്രോസ് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ക്യാൻ ഹൈലൈറ്റ് ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് ആൻഡ്. അതായത് നമ്മള് അല്ലെ നല്ല ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഹോസ്പിറ്റൽ പരിപാടിയാണോ അവിടെ ഉള്ളത് എന്നൊക്കെയുള്ള പല പല ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഇതിൽ വരുന്നത്. Every hospital faces unique constraints that make analyzing your performance and productivity challenges. അപ്പൊ ഇങ്ങനെയുള്ള നല്ല ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഉത്പാദനക്ഷമമായ രീതിയിൽ തന്നെ സർവീസുകൾ പ്രദാനം ചെയ്യണമെങ്കിൽ പല രീതിയിലുള്ള ചാലഞ്ചസിനെ അല്ലെ വെല്ലുവിളികളെ ഹോസ്പിറ്റലുകാര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓരോ ആശുപത്രിക്കും നമ്മുടെ പ്രകടനം അല്ലെ. നമ്മൾക്ക് വെല്ലുവിളികളെ വിശകലനം ചെയ്താൽ നല്ല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ മാത്രം വരുത്തിയാൽ മാത്രമാണ് അത്തരത്തിലുള്ള ഇതുകളെ വെല്ലുവിളികളെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. Still you should understand how other hospitals with the same number of beds or staff are performing and if you are over or underperforming.
അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഹോസ്പിറ്റലുകാരെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ ഭാഗത്ത് തന്നെ അത്രയും ബെഡും സൗകര്യമുള്ള വേറെ ഹോസ്പിറ്റലിലേക്ക് അല്ലെ, അവിടെ ഒരുപാട് പേര് പോകുന്നുണ്ടോ അല്ലെ. നമുക്കറിയാം, നമ്മൾ മത്സരം എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴാണ് ഹോസ്പിറ്റലുകാരെ നോക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും ബെഡും സൗകര്യവും ഒക്കെ ഉള്ള ഹോസ്പിറ്റലാണ് അത്. പക്ഷെ അവിടേക്ക് കൂടുതൽ പേരാണോ പോകുന്നത്? എന്താണ് അവിടേക്ക് പോകാനായിട്ടുള്ള സാധ്യത വരുന്നത് അല്ലേ? അത് ഹോസ്പിറ്റലുകാരെ നോക്കൂലേ? ഒരു ബിസിനസ് എന്നുള്ള ലെവലില് ഹോസ്പിറ്റലുകാരെ അങ്ങനെ നോക്കൂലേ? അത് എങ്ങനെയാണെങ്കിലും അല്ലെ, നമ്മളാണെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെറുതായിട്ട് തുടങ്ങുമ്പോൾ നമ്മളെ പോലെ തന്നെ വേറൊരു ആള് ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സേവനങ്ങൾ അവർ പ്രദാനം ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യും അല്ലെ. കാരണം അട്രാക്ട് ചെയ്യാനായിട്ട് എന്താണ് അല്ലെ, അവിടേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ചിന്തിക്കാതിരിക്കില്ല, ഒരേ ബിസിനസ് ഫേം ആയതുകൊണ്ട് തന്നെ. അപ്പൊ അത്തരം കാര്യമാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. Then critical KPIs within your hospital maintenance programs should include. നമ്മൾ കണ്ടു അല്ലെ, എന്താണ് വീണ്ടും ഒരു അബ്രിവേഷൻ വരുന്നുണ്ട്, വായിച്ചു നോക്കി. KPIs എന്ന് പറയുന്നത് കിട്ടുമോ? Key performance indicators. Okay, note here, key performance indicators. Critical key performance indicators within your hospital maintenance program should include. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സൂചികകളിൽ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അതിന് ഫസ്റ്റ് വൺ പറയുന്നത്? മെയിൻ റിപ്പയർ ടൈം അല്ലെ. നമ്മളെപ്പോഴും റിപ്പയർമെന്റ് അല്ലെ, അറ്റകുറ്റപ്പണികളൊക്കെ ശരാശരി എന്നുള്ള രീതിയിൽ നല്ല സമയത്ത് തന്നെ കൈകാര്യം ചെയ്ത് പോകണം അല്ലെ. നമ്മൾ അറ്റകുറ്റപ്പണികളൊന്നും കുറെ നാളത്തേക്കൊന്നും നീട്ടി വെക്കരുത്, വരുന്ന മുറയ്ക്ക് തന്നെ അത് കൈകാര്യം ചെയ്ത് പോകണം. Then mean time between failures അല്ലെ, അത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഇപ്പൊ മെഷീൻ ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും അത് താഴെ എന്താണ് അല്ലെ തറവെട്ടി കിടക്കുന്ന വരേക്കും നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ടൊന്നും നിൽക്കരുത്. ഓവറോൾ എക്യുപ്മെന്റ് എഫക്റ്റീവ്നെസ് എപ്പോഴും നമ്മൾ അല്ലെ മൊത്തത്തിലെ ആ ഉപകരണത്തിന്റെ പ്രാപ്തി നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. Then plant maintenance percentage, അതായത് നമ്മൾ എപ്പോഴും ആസൂത്രണപരമായ രീതിയിൽ തന്നെ പരിപാലനം ചെയ്യും അല്ലെ. നമുക്ക് ഇങ്ങനെ കുറെ ടാഗും സംഭവങ്ങളൊക്കെ വെച്ച് നമ്മൾ അപ്ഡേഷൻ ഒക്കെ വരുത്തുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫെയിലിയർ ഒന്നും വരില്ല അല്ലെ. നമ്മൾ കണ്ടില്ലേ അങ്ങനെ എന്തെങ്കിലും ഫെയിലിയർ വരുമോ? ഇല്ല, നമ്മൾ അപ്ഡേഷൻ വരുന്നല്ലേ. അപ്പൊ നമുക്ക് കൺട്രോൾ ഉണ്ട്, ട്രാക്ക് ഉണ്ട്, നമുക്കപ്പോ അത് കറക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. വീണ്ടും PM കംപ്ലീഷൻ, അതായത് നമ്മളെപ്പോഴും റേസും കാര്യങ്ങളല്ലേ അല്ലെ, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് കംപ്ലീറ്റ് ചെയ്ത് പോകണം, പൂർത്തീകരിച്ച് പോകണം. ഇൻവെന്ററി ടേൺ ഓവർ, അതേമാതിരി തന്നെ എന്താണ് ഇൻവെന്ററിയുടെ ആ ഒരു ടേൺ ഓവർ, നമ്മുടെ സ്റ്റോക്കിന്റെ ആ ഒരു വിറ്റുവരവുകൾ, അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്കറിയാം. സ്റ്റോക്കൊന്നും കെട്ടിക്കിടക്കാനും പാടില്ല. അന്ന് എന്താണ് ഡേറ്റ് അല്ലെ, കഴിഞ്ഞ എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും എക്യുപ്മെന്റ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതെപ്പോഴും ചെക്ക് ചെയ്ത് അതിനെ കൈകാര്യം ചെയ്ത് വിധേയമാക്കണം. എന്താണ് റിയാക്റ്റീവ് മെയിൻ്റെനൻസ് വർക്ക് അവേഴ്സ്. എന്താണ് റിയാക്റ്റീവ് മെയിൻ്റെനൻസ് വർക്ക് അവേഴ്സ് എന്ന് പറയുന്നത്? എപ്പോഴും അല്ലെ നമ്മള് മെയിൻ്റെനൻസ് ജോലി സമയാസമയത്ത് തന്നെ റിയാക്ട് ചെയ്ത് അല്ലെ, വർക്കിംഗ് അവേഴ്സുകൾ വരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഒരു അറ്റകുറ്റപ്പണിയും ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന് അറിയാം അപ്പൊ എക്യുപ്മെന്റ് മെയിൻ്റെനൻസ് ഉണ്ട്, ബിൽഡിംഗ് മെയിൻ്റെനൻസ് ഉണ്ട്, അങ്ങനെ പല അല്ലെ ഇൻവെന്ററി മെയിൻ്റെനൻസ് ഉണ്ട്. അപ്പൊ അവർക്കെല്ലാം മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് ചെയ്തു പോകാനായിട്ട് സാധിക്കും. അൺഷെഡ്യൂൾഡ് ഡൗൺ ടൈം, അതായത് നമ്മളെപ്പോഴും എന്തെങ്കിലും അല്ലെ ഡൗൺ ടൈമുകളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ എപ്പോഴും ഷെഡ്യൂൾ ചെയ്യണം. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ അറ്റകുറ്റപ്പണികളുടെ ഒക്കെ എല്ലാത്തിനും ഒരു ഷെഡ്യൂളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അപ്ഡേഷൻ ആയിട്ട് തന്നെ ചെയ്ത് പോകും. അപ്പൊ അത് ഷെഡ്യൂൾ ചെയ്തൊക്കെ പോകണം. ദെൻ സ്പെയർ പാർട്സ് ഇൻവെന്ററി മാനേജ്മെന്റ്, നമുക്കറിയാം ഈ ചില എക്യുപ്മെന്റ്സ് ഒക്കെ റിപ്പയർ ചെയ്യുമ്പോഴേ സ്പെയർ പാർട്സ് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ അന്ന് നേരത്തെ കൂട്ടിയൊക്കെ കൈകാര്യം ചെയ്താൽ മാത്രമാണ് അതൊക്കെ കൈകാര്യം ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇൻവെന്ററി മാനേജ്മെന്റ് ഒക്കെ അതിന്റെ ഭാഗക്കാരൊക്കെ നമുക്കറിയാം സ്പെയർ പാർട്സ് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരികയാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ എത്തിച്ച് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ദെൻ വർക്ക് ഓർഡർ സൈക്കിൾ ടൈം, അതായത് എപ്പോഴും അല്ലെ ഒരു ഓർഡർ സൈക്കിൾ ഉണ്ട്, നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ സൈക്കിൾ ഉണ്ട്, മാനുഫാക്ചറിംഗ് സൈക്കിൾ ഉണ്ട്. പറഞ്ഞ മാതിരി തന്നെ ഹോസ്പിറ്റലിന്റെ സർവീസിനും അതിൻ്റെതായ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്ത് പോകുമ്പോൾ മെയിൻ്റെനൻസും കാര്യങ്ങളും അതിൻ്റെതായ ഒരു സൈക്ലിംഗ് ഉണ്ട് അല്ലെ. അത് ഓരോ സമയത്ത് ബിൽഡിംഗ് മെയിൻ്റെനൻസ് ആണെങ്കിലും എക്യുപ്മെന്റ് മെയിൻ്റെനൻസ് ആണെങ്കിലൊക്കെ സമയത്തിന് തന്നെ അത്
സൈക്കിൾ ടൈമിൽ തന്നെ കൈകാര്യം ചെയ്തു പോകണം. അത് റുട്ടീൻ ആയിട്ടുള്ള ക്രമീകരണ സമയത്ത് തന്നെ അത് വർക്ക് ഓർഡർ കൈകാര്യം ചെയ്ത് പോകണം. then അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അല്ലെ, തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും അല്ലെ. Irrespective of your hospital's maintenance management program, you must prioritize your patients' safety and meet regulatory compliance requirements. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പരിഗണിക്കാതെ അല്ലെ, നമ്മളുടെ ആ ഒരു മാനേജ്മെന്റ് പ്രോഗ്രാം, മെയിൻ്റനൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം എപ്പോഴും ഇങ്ങനെ പരിഗണിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യം എന്താണ്, യു മസ്റ്റ് പ്രയോറിറ്റൈസ് യുവർ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് മീറ്റ് റെഗുലേറ്ററി കംപ്ലൈൻസ് റിക്വയർമെന്റ്സ്. അതായത് നമ്മുടെ പേഷ്യൻസ് അല്ലെ, നമ്മൾ ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ സംതൃപ്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിഗണന. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ചിലപ്പോൾ ഒരുപാട് വേറെ വർക്കുകളും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റേജില് പക്ഷേ മെയിൻ്റനൻസ് വരുത്തേണ്ടത് ബിൽഡിങ്ങിന് ഇപ്പൊ നമുക്കറിയാം മഴക്കാലം വന്നു. അപ്പൊ ചിലപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ എന്തായാലും പ്രകൃതി ദുരന്തമൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞു അല്ലെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു ചേഞ്ചിങ് ഒക്കെ വരുത്തേണ്ട സമയം വരും ചിലപ്പോൾ ആണെങ്കിൽ. അപ്പൊ എന്താണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എപ്പോഴും ആർക്കാണ്, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനാണ്. അപ്പൊ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷന് അനുസരിച്ചിട്ട് തന്നെ അവിടെ പരിപാലിക്കുകയും വേണം. അതിന് ഷെഡ്യൂളൊക്കെ ചെയ്ത് വെക്കണം. ഒപ്പം തന്നെ പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കണം എന്ന് പറയുന്നത്, എന്തിനാ കൊടുക്കണം എന്ന് പറയുന്നത്, ഓയോ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നോ. ഇത്തരം കാര്യമാണ് നമ്മളിപ്പോ മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെ നമ്മളൊരു ഇത് ചെയ്യുമ്പോൾ അല്ലെ, ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പരിഗണിച്ച് നോക്കുമ്പോൾ നമ്മളുടേതായ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെന്നോ കാര്യങ്ങളൊക്കെ നോക്കാം. ഒപ്പം തന്നെ ചേഞ്ചസ് ഒക്കെ വരുത്തുക. പക്ഷെ പ്രധാനമായിട്ടും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ്, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മ്യൂട്ട് ആക്കിയിട്ടുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. പേഴ്സണൽ മാനേജ്മെന്റ് കംപ്ലീഷൻ ആണ്. അതായത് നമുക്കറിയാം ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പേഴ്സണൽ മാനേജറിന്റെ ഒക്കെ ഒരു ഇതും കൂടി ഉണ്ടാവും. അപ്പൊ അവര് കൃത്യമായിട്ട് തന്നെ അത് എന്താണ് കംപ്ലീഷൻ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആയോ? ഏത് ഡിപ്പാർട്ട്മെന്റിനും കൈകാര്യം ചെയ്യാനായിട്ട് അതിന്റെ ഒരു മാനേജ്മെന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ കംപ്ലീഷൻ കാര്യങ്ങളൊക്കെയാണ് അതുകൂടി ഇതിൽ ഉൾപ്പെടുന്നതാണ്. വേറെ എന്തെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു.